Yes, good morning. Good morning and welcome to today's session. അപ്പോൾ നമ്മൾ എന്താണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ജനുവരി മാസത്തിലെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇത്. ഇനി അടുത്ത യൂട്യൂബ് ക്ലാസ്സുകൾ ഫെബ്രുവരിയിലായിരിക്കും ഉണ്ടാവുക. ഫെബ്രുവരി 1 മുതലാണ് ഉണ്ടാവുക. ഇന്നും അതുപോലെ ഇനി 31 വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് 12 മണിക്ക് 12:30ക്ക് 12:30ക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഗ്രാമറിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറയാനുള്ളത്. 2 ഫീച്ചേഴ്സ് ഉണ്ട്. ആസ്ക് ഔട്ട് എന്ന ഫീച്ചറും അതുപോലെ പിന്നെ നമ്മുടെ ഏതാണ് റേസ് ഹാൻഡ് എന്ന ഫീച്ചർ. 2 ഫീച്ചർ ഉണ്ട്. ആസ്ക് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഈ ആസ്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അൺഅക്കാഡമി ആസ്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എഡ്യൂക്കേറ്റർ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുക, എഡ്യൂക്കേറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ഇനി പ്ലസ് ക്ലാസ്സുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. പ്ലസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് പ്ലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു എക്സാമിൻ്റെ ഒരു അത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്ലസ് കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് SSC ആണ് എടുക്കുന്നതെങ്കിൽ SSCയുടെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും പ്ലസ് കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും എല്ലാം. വിത്ത് വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. ടെസ്റ്റ് അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പേഴ്സണൽ ഗൈഡൻസ് അവൈലബിൾ ആയിരിക്കും വിത്ത് സ്റ്റഡി ബൂസ്റ്റർ വർക്ക്ഷോപ്പ്, എക്സ്പെർട്ട് ഗൈഡ് ലൈൻസ്, സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയലും ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം അടങ്ങുന്ന കംപ്ലീറ്റ് ഒരു പാക്കേജാണ് പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലസ്സിന് ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 1 മന്തിനാണെങ്കിൽ 1350 ആണ്. 1350 എല്ലാ മാസവും അടയ്ക്കുന്നതിന് പകരം 3 months 3400, 6 months 5400, 1 year 6500, 2 years 7800 പേ ചെയ്താൽ മതി അല്ലേ. അങ്ങനെ പേ ചെയ്യുകയാണെങ്കിൽ പെർ മന്ത് എന്ന് പറയുന്ന മന്ത്ലി പേ ചെയ്യുന്ന പൈസ എമൗണ്ട് കുറവായിരിക്കും അല്ലേ. VCN 10 എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് നിങ്ങൾ അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോസിൽ കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാമർ പാർട്ടിൽ ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. ഒരു സെൻറ്റൻസ് വരും, അതിൽ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. ആ അണ്ടർലൈൻ ചെയ്ത ഭാഗത്തിൽ എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടാവും. അപ്പോൾ SSC എക്സാംസിൽ ഗ്രാമാറ്റിക്കൽ എറർ മാത്രമേ ചോദിക്കാറുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ബാങ്ക് എക്സാമിലും മറ്റ് പരീക്ഷകളിലൊക്കെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ഇംഗ്ലീഷ് പേപ്പറിൽ അവർ ചോദിക്കുന്നത് ഗ്രാമാറ്റിക്കൽ എറർ മാത്രമല്ല, ഗ്രാമർ എറർ, പങ്ക്ച്വേഷൻ എറേഴ്സ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യാറ്. പക്ഷേ SSCയുടെ എക്സാംസിൽ എല്ലാത്തിലും SSC എക്സാംസിൽ പിന്നെ വേറെ ടൈപ്പ് എറേഴ്സും ചോദിക്കില്ല, ഗ്രാമാറ്റിക്കൽ എറർ മാത്രമാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ വേർ അവൈലബിൾ ടു ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ABCയിൽ ഏതെങ്കിലും ഓപ്ഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നൈദർ ദ ഡയറക്ടേഴ്സ് നോ ദ ചെയർമാൻ വേർ അവൈലബിൾ ടു ഇൻട്രോഗേഷൻ. ഇവിടെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, 2 മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നാമത് വേർ എന്ന് പറഞ്ഞാൽ ഈ വേർബിൽ മിസ്റ്റേക്ക് ഉണ്ട്. ടു എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷനിൽ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. നൈദർ ഡയറക്ടേഴ്സ് നോ ദ ചെയർമാൻ എന്ന് പറയുമ്പോൾ നൈദർ നോർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അല്ലേ. നൈദർ നോർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർബ് എഗ്രി ചെയ്യുന്നത് അവസാനം പറഞ്ഞ അല്ലെങ്കിൽ വേർബിൻ്റെ ഏറ്റവും അടുത്തുള്ള നൗണിനോടോ പ്രോണൗണിനോടോ ആയിരിക്കും വേർബ് എഗ്രി ചെയ്യുന്നത്. ഇവിടെ വേർബിൻ്റെ അടുത്ത് ആരാളുള്ളത്? ചെയർമാനാണ് അല്ലേ. ചെയർമാൻ എന്ന് പറയുന്ന നൗണാണുള്ളത്. ചെയർമാൻ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. നൈദർ ദ ഡയറക്ടേഴ്സ് നോ ദ ചെയർമാൻ വാസ് അവൈലബിൾ എന്ന് വേണം പറയാൻ. ഇത് നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ
പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷന് വരെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഫോർ യൂസ് ചെയ്യണം. ടു ഇൻട്രോഗേഷനില്ല, ഇൻട്രോഗേഷനായിട്ട് അവൈലബിൾ ആയിരുന്നില്ല അല്ലേ? അപ്പം ഫോർ, വാസും ഫോറും വരുന്ന ഓപ്ഷൻ സി അല്ലേ? വാസ് അവൈലബിൾ ഫോർ ഇൻറ്ററോഗേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നൈദർ നോർ, ഐദർ ഓർ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ വരുമ്പോൾ വേർബിൻ്റെ ഏറ്റവും അടുത്തുള്ള തൊട്ടടുത്തുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള നൗണിനോടോ പ്രോനൗണിനോടോ ആയിരിക്കണം വേർബ് എഗ്രി ചെയ്യേണ്ടത്. സാമൻ സിംഗിൾ ആയതുകൊണ്ട് വാസ് എന്ന് പറഞ്ഞ സിംഗിൾ വേർബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, 2. He had barely spoken the words when he realized his mistake. Okay, he had barely spoken the words when he realized a mistake. ഇവിടെ barely എന്ന വാക്കുണ്ട്. നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു പാറ്റേണിൽ ഒരുപാട് സെൻറ്റൻസുകൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് barely ഉണ്ട്, അതുപോലെ scarcely ഉണ്ട്, അതുപോലെ hardly എന്നുണ്ട്. ഹാർഡ്ലി അല്ലേ? barely, scarcely, hardly. ഈ 3 വേർഡ്സിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് സെയിം ആണ്. കഷ്ടിച്ച് എന്നാണ് മീനിങ് അല്ലേ? കഷ്ടിച്ച് എന്നാണ് മീനിങ്. പക്ഷേ ഈ ഒരു പാറ്റേണിൽ നമ്മൾ സെൻറ്റൻസ് കാണുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഈ barely, scarcely, hardly ഈ 3 എണ്ണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ക്ലോസിൽ അല്ലേ? ഈ ഒന്നാമത്തെ ക്ലോസ്, ഇത് രണ്ടാമത്തെ ക്ലോസിൽ ഇവിടെ വരേണ്ട വാക്ക് വെൻ തന്നെയാണ്. കറക്റ്റാണ്, വെൻ. അതുപോലെ നോ സൂണർ ആണെങ്കിലോ barely, scarcely, hardly എന്ന് പറയുന്ന വാക്കുകളുടെ സെയിം മീനിങ് ആണ് അല്ലേ? നോ സൂണർ സെയിം മീനിങ് എന്ന് പറയുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ സെയിം മീനിങ് ആണ്. നോ സൂണർ എന്നാണ് വരുന്നതെങ്കിൽ അല്ലേ? നോ സൂണർ ഹാഡ് ഹി സ്പോക്കൺ ദ വേർഡ്സ് എന്നായിരുന്നുവെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെൻ അല്ല. എന്താ യൂസ് ചെയ്യേണ്ടത്? ഈ പെർട്ടിക്കുലർ ഈ വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാൻ ആണ്. ദാൻ, നോ സൂണർ ദാൻ. പക്ഷെ ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. He had barely spoken the words when he realized his mistake. ഓക്കെ, അവിടെ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർ ആണ്. ഇവിടെ ശരിക്കും നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹാഡ് ബാർലി സ്പോക്കൺ അല്ലെങ്കിൽ ഹാഡ് സ്പോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഈ ഭാഗത്തെ ടെൻസ് എന്താണ്? ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും സ്ഥലത്തും യൂസ് ചെയ്യേണ്ട ഒരു സാധനമല്ല പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് കൃത്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെൻറ്റൻസിൽ 2 പ്രവൃത്തികളെ കുറിച്ച് പറയാണ്, 2 ഇവൻറ്റിനെ കുറിച്ച് പറയാണ്, പ്രവൃത്തികളെ കുറിച്ച് പറയാണ്. അത് ഒന്ന് സംഭവിച്ചതിന് ശേഷം രണ്ടാമത് സംഭവിച്ചു. അങ്ങനെ പറയുമ്പോൾ ഓർഡറിൽ അല്ലേ? ഓർഡർ നോക്കിയിട്ട് ഓർഡറിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ ഇവൻറ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. അതിൽ രണ്ടാമത് നടന്നതിനെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ആദ്യം എന്താണ് സംഭവിച്ചത്? സ്പോക്കൺ ദ വേർഡ്സ് അല്ലേ? സ്പോക്കൺ ദ വേർഡ്സ് എന്ന് പറയുന്ന സാധനമാണ്, ആക്ടിവിറ്റിയാണ് ആദ്യം നടന്നത്, ഫസ്റ്റ് ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഹി ഹാഡ് ബാർലി സ്പോക്കൺ ദ വേർഡ്സ്. രണ്ടാമതാണ് നടന്നത് മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തു എന്ന് പറയുന്ന സാധനം സെക്കൻഡ് ആണ്, ഓർഡറിൽ രണ്ടാമതാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. വെൻ യു റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പലരും ചോദിക്കുന്നത് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഇത് രണ്ടും നമ്മൾ ഒരേ സമയത്ത് രണ്ടിനും എന്താണ് ഡിഫറൻസ്? നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചാലും ഒരേ മീനിങ് തന്നെയല്ലേ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കൊളോക്കിയലി സംസാരിക്കുമ്പോൾ അത് വലിയൊരു മിസ്റ്റേക്ക് വരുത്തുന്നില്ലെങ്കിലും ആസ് പെർ പ്രോപ്പർ ഗ്രാമർ പ്രകാരം ഓരോ ടെൻസിനും ഓരോ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന് കൃത്യമായിട്ട് രീതിയിൽ തന്നെ ആ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഓരോ ടെൻസ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പിന്നെ പകരം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അങ്ങനെ മാറി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ടെൻസുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെഷൻ നിങ്ങളുടെ യൂട്യൂബ് പ്ലേലിസ്റ്റ് നോക്കിയാൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സിനുണ്ട്. സ്പെഷ്യൽ ക്ലാസ് നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഡിസംബറിൽ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നോക്കാം. 3. ഇറ്റ് വുഡ് ബി വൈസ് ടു അക്സെപ്റ്റ് ദ കമ്പനീസ് ഓഫർ ലെസ്റ്റ് യു ഷുഡ് റിഗ്രറ്റ് ഇറ്റ്. ഈ ലെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെസ്റ്റിൻ്റെ കൂടെ ഓൾറെഡി ഒരു നോട്ട് ഉണ്ട്. ലെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് അല്ലേ? നെഗറ്റീവ് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെസ്റ്റ് യു ഷുഡ് റിഗ്രറ്റ് ലേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ
നിങ്ങൾ റിഗ്രറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, റിഗ്രറ്റ് ചെയ്യണ്ട എങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ട് എന്ന് പറയുന്നില്ലെങ്കിലും ലെസ്റ്റ് എന്ന് വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ലെസ്റ്റിൻ്റെ കൂടെ എക്സ്ട്രാ നോട്ട് ചേർക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലെസ്റ്റ് യു ഷാൽ നോട്ട് റിഗ്രറ്റ്, അപ്പോൾ തെറ്റാണ്. ലെസ്റ്റ് യു ഷുഡ് നോട്ട് റിഗ്രറ്റ് തെറ്റാണ്. ലെസ്റ്റ് യു വുഡ് റിഗ്രറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ലെസ്റ്റിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഷുഡാണ്. അപ്പോൾ ലെസ്റ്റ് യു ഷുഡ് റിഗ്രറ്റ് ലേറ്റർ എന്ന് പറയുമ്പോൾ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർ ആണ്. എന്തായാലും അർത്ഥം ഇറ്റ് വുഡ് ബി വൈസ് ടു അക്സെപ്റ്റ് ദ കമ്പനീസ് ഓഫർ ലെസ്റ്റ് യു ഷുഡ് റിഗ്രറ്റ് ലേറ്റർ. അതായത് കമ്പനിയുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധിപരമായ കാര്യം, അല്ലേ? ബുദ്ധിപരമായ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കും, അല്ലേ? പിന്നീട് റിഗ്രറ്റ് ചെയ്യും. ലേറ്റർ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ചെയ്യും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ലെസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ആണ് കൊടുക്കുന്നത്. നെഗറ്റീവ് ഉണ്ട് അതിൻ്റെ അകത്ത്. സോ നോട്ട്, അതിനൂടെ നോട്ട് ചേർക്കാൻ പാടില്ല. 4. His employees were asking him for a raise for a long time now. Okay. For a long time now. For a long time now എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് ടെൻസാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? നമ്മൾ പാസ്റ്റിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറഞ്ഞിട്ട്. കാരണം അയാളുടെ എംപ്ലോയീസ് കുറച്ച് കാലമായിട്ട് ഒരു റേസിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചോദിക്കുകയാണ്. നേരത്തെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ് എംപ്ലോയീസ് വേർ ആസ്കിങ് ഫോർ റൈസ് അല്ല, ഹാവ് ബീൻ ആസ്കിങ് ഹിം ഫോർ എ റേസ് എന്ന, റൈസ് അല്ല റേസ്. ഹാവ് ബീൻ ആസ്കിങ് ഹിം ഫോർ എ റേസ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലേ? ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിമ്പിൾ. സബ്ജക്റ്റിലെ സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ടെൻസുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ ടെൻസിനും അതിൻ്റെ ഏത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഓരോ കോണ്ടെക്സ്റ്റിലാണ്, പ്രത്യേകം കോണ്ടെക്സ്റ്റിലാണ് ഓരോ ടെൻസും ഉപയോഗിക്കേണ്ടത്. ആ ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് പ്ലേലിസ്റ്റ് നോക്കുക. 5. ദിസ് ഇസ് വൺ ഓഫ് ദ ബോൾഡസ്റ്റ് ഇക്കണോമിക് റിഫോം ദാറ്റ് ഹാവ് എവർ ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്, അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക, ദാറ്റ് ഹാവ് എവർ ബീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്നാലും വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലായ്പ്പോഴും എന്തായിരിക്കണം? അതിന് ശേഷം വരുന്ന പ്ലൂറൽ നൗൺ ആയിരിക്കണം. നൗൺ ഷുഡ് ബി പ്ലൂറൽ, വൺ ഓഫ് ദ. കാരണം എപ്പോഴും വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ ആണ് പറയുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ഗ്രൂപ്പ്, ഒരു കൂട്ടം വസ്തുക്കളോ അല്ലെങ്കിൽ കൂട്ടം വ്യക്തികളെയോ, അല്ലേ? ആ വ്യക്തികളുടെ ഒരു കൂട്ടത്തിലെ ഒരാളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ ആളുകളുടെയോ ഒരു വസ്തുക്കളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാൾ ആണ് എന്നാണ് നമ്മൾ ഈ വൺ ഓഫ് ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ ആയിരിക്കണം. വൺ ഓഫ് ദ ബോൾഡസ്റ്റ് ഇക്കണോമിക് റിഫോം അല്ല, റിഫോംസ്. ഓപ്ഷൻ സി. ദിസ് അപ്ലൈസ് ടു ഓൾ കോണ്ടെക്സ്റ്റ്, അല്ലേ? വൺ ഓഫ് ദന് ശേഷം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമേഴ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് വേണം. ഓക്കെ, ഓപ്ഷൻ സി. Or if you will bring a letter of introduction, I will consider a request. If എന്നൊരു ക്ലോസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഐ വിൽ കൺസിഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടീഷണൽ ക്ലോസിൽ മെയിൻ ക്ലോസിൽ, അല്ലെ? കണ്ടീഷണൽ ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസിൽ അതിൽ പ്രിൻസിപ്പൽ ക്ലോസിൽ രണ്ടാമത്തെ സെക്കൻഡ് ക്ലോസിൽ വരുന്ന വേർബിൻ്റെ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ ക്ലോസിൽ എങ്ങനെയാണോ ഏത് വേർബാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അതനുസരിച്ചാണ് രണ്ടാമത്തെ ഈ ക്ലോസിൽ സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടത്. ഐ വിൽ കൺസിഡർ യുവർ റിക്വസ്റ്റ്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ്
V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ്, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ വരേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിളാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ നമ്മളെ കണ്ടീഷണൽ ക്ലോസ് ആയിട്ടുള്ള ഈ ഒന്നാമത്തെ ഇഫ് ക്ലോസിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വരേണ്ട സെൻറ്റൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഓക്കെ, ഇഫ് യു ബ്രിങ് എ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഓപ്ഷൻ ബി. If you bring a letter of introduction, I will consider a request, option B. 7. He has no other hobby but that of collecting coins. Okay. No other hobby. നമ്മൾ പഠിച്ചിട്ടുണ്ട് other എന്ന് പറയുമ്പോൾ അതറും അതർവൈസും അല്ലേ? അതർവൈസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബട്ട് അല്ല ദാൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോ അതർ ഹോബി അല്ലേ ദാൻ ദാറ്റ് ഓഫ് കളക്ടിങ് കോയിൻസ്, ഓപ്ഷൻ ഡി ആണ് വേണ്ടത്. എൽസ് ആണ് വരുന്നതെങ്കിൽ ബട്ട് യൂസ് ചെയ്യാം. എൽസ് ആണെങ്കിൽ ബട്ട്, അതർ ആണെങ്കിൽ നോ അതർ ഹോബി ദാൻ ദാറ്റ് ഓഫ് കളക്ടിങ് കോയിൻസ്, ഓപ്ഷൻ ഡി. 8. Raman's discovery made during the voyaging over the Mediterranean Sea that water molecules could scatter light just like air molecules was very radical these days. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള സെൻറ്റൻസ് കാര്യമായിട്ട് വായിച്ച് നോക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അത് വലിയൊരു എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി തൽക്കാലം. ഡ്യൂറിങ് ദ വോയേജിങ് ഓവർ, ഇവിടെ ഡ്യൂറിങ് ദ വോയേജിങ് എന്ന് പറയുന്നത് തെറ്റായ യൂസേജ് ആണ്. അപ്പോൾ ഡ്യൂറിങ് ദ വോയേജ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഡ്യൂറിങ് ദ വോയേജ്, എ വോയേജ് എന്നാണ്, ദ വോയേജ് അല്ല, ഡ്യൂറിങ് എ വോയേജ് അക്രോസ് ദ മെഡിറ്ററേനിയൻ സീ. ഈ വോയേജ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അല്ലേ, ഒരു എന്താണ് നമ്മൾ ഷിപ്പിലൂടെ ഒക്കെയുള്ളൊരു യാത്രയാണ്. ട്രാവൽ ഇൻ ഷിപ്പ്, അതാണ് വോയേജ് എന്ന് പറയുന്നത് കൂടുതലായിട്ട്, വോയേജ്. അപ്പോൾ ഡ്യൂറിങ് എ വോയേജ്, അതുപോലെ തന്നെ സീ ആയതുകൊണ്ട് മെഡിറ്ററേനിയൻ സീയിലൂടെ അല്ലേ, കടലിലൂടെ എന്ന് പറയുമ്പോൾ അക്രോസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസിഷൻ. സോ ഡ്യൂറിങ് എ വോയേജ് അക്രോസ് ദ മെഡിറ്ററേനിയൻ സീ ആയിരിക്കണം. ഓക്കെ, ഓപ്ഷൻ ഡി. 9. The World Health Organization warned the government that even many people were likely to die of epidemics than that of the tsunami. Okay, that so many people are likely to. Most people are likely to. Most people എന്ന് പറയാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ ഈവൻ മെനി പീപ്പിൾ ആർ ലൈക്ലി എന്ന് പറയുന്നതും തെറ്റാണ്. ഓക്കെ, ഇവിടെ ഹാസ് വോണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ഇവിടെ വോണ്ട് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വോണ്ട് ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഹാസ് വോണ്ട് അല്ല, വോണ്ട് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രസന്റ് ടെൻസ് അല്ല, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈവൻ സോ ഇവിടെ എന്താണ്, ദറ്റ് മോർ പീപ്പിൾ വേർ ലൈക്ലി ടു ഡൈ, ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. വേർ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. മോർ പീപ്പിൾ വേർ ലൈക്ലി ടു ഡൈ ഓഫ് എപ്പിഡമിക്സ് ദാൻ ഓഫ് സുനാമി. സുനാമിയേക്കാൾ കൂടുതൽ അല്ലേ, സുനാമിയുടെ കാരണം കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ എപ്പിഡമിക്സ് കാരണമാണ് സുനാമിയേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കാൻ സാധ്യതയുള്ളത് അല്ലേ. 10. I tried to contact my dentist but her cell phone appeared to have been switched off. Okay, cell phone appeared to have been, appeared to be appeared to be switched off ആണ്. appeared to have been switched off നെക്കാളും ഓപ്ഷൻ ഡി appeared to be switched off എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 11. Be polite and courteous will greatly improve your chances of making friends at your new office. Okay, be polite and courteous. courteous പറയുമ്പോൾ കൈൻഡ് അല്ലേ? പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, ബി പൊളൈറ്റ് ആൻഡ് കേർട്ടിയസ് എന്ന് പറയുമ്പോൾ അവിടെ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങൾ പൊളൈറ്റ് ആകൂ, കേർട്ടിയസ് ആകൂ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പൊളൈറ്റ് ആകുന്നതും കേർട്ടിയസ് ആകുന്നതും പുതിയ ഓഫീസിൽ നിങ്ങളെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ബീയിങ് എന്നായിരിക്കണം അല്ലേ? ബീയിങ് പൊളൈറ്റ് ആൻഡ് ബീയിങ് കേർട്ടിയസ്, പൊളൈറ്റും കേർട്ടിയസും ആകുന്നത്. The children has had their dinner but the adults still have to eat. The children
ഹാസ് ഹാഡ് ദിയർ ഡിന്നർ. എന്താണ് ഹാവ് ഹാഡ് ദിയർ ഡിന്നർ അല്ലേ? ഹാവ് ഹാഡ് ദിയർ ഡിന്നർ. ഇവിടെ ഈ ഹാവ് എന്ന് പറയുന്നത് ഈ ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബും ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബുമാണ് അല്ലേ? ചിൽഡ്രൻ ഹാവ് യുവർ ഡിന്നർ അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ ഹാവിങ് ഡിന്നർ അല്ലേ? ഇത് മെയിൻ വേർബ് ആയിട്ട് പറയുമ്പോൾ ഇത് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസ് ആയിട്ട് എന്താ ഉപയോഗിക്കുക? പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ഹാഡ്. ചിൽഡ്രൻ ഹാഡ് ഡിന്നർ അല്ലേ? ചിൽഡ്രൻ ഹാഡ് ഡിന്നർ. അതാണ് ഹാവ് പ്രസന്റ്, ഹാഡ് പാസ്റ്റ്. ഓക്കെ, ചിൽഡ്രൻ ഹാവ് ഹാഡ് ദിയർ ഡിന്നർ ബട്ട് ദിയർ വിൽ സ്റ്റിൽ ഹാവ് ടു ബി ഓപ്ഷൻ ബി. 13. എംപ്ലോയീസ് റിഫ്രെയിൻ ടു ഇൻഡൾജ് ഇൻ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് ഇഫ് ദേ ആർ മോണിറ്റർഡ്. ഓക്കെ, എംപ്ലോയീസ് റിഫ്രെയിൻ ഫ്രം ഇൻഡൾജൻസ് അല്ലേ? റിഫ്രെയിൻ്റെ കൂടെ നമ്മൾ ഫ്രം എന്ന് പറഞ്ഞ പ്രപ്പസിനെ യൂസ് ചെയ്യട്ടെ. കാരണം റിഫ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിഫ്രെയിൻ ഫ്രം. ഓക്കെ, എംപ്ലോയീസ് റിഫ്രെയിൻ ഫ്രം ഇൻഡൾജൻസ് ഇൻ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് അല്ലേ? ഇൻഡൾജൻസ് എന്ന് പറയുമ്പോൾ ഏർപ്പെടുന്നത്, മോശപ്പെട്ട അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റികളിൽ, പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് എംപ്ലോയീസ് മാറി നിൽക്കും ഇഫ് ദേ ആർ മോണിറ്റേർഡ്. അവർ മോണിറ്റർ ചെയ്യപ്പെട്ടാൽ അല്ലേ? സോ എംപ്ലോയീസ് റിഫ്രെയിൻ ഫ്രം എന്നാണ്. റിഫ്രെയിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട preposition should be from. Refrain from indulgence. Refrain എന്ന് വെച്ചാൽ മാറി നിൽക്കുക അല്ലേ? ഓപ്ഷൻ ഡി. 14. Some people in the audience were asleep while the chief guest was speaking. Okay. While the chief guest was speaking, some people in the audience were asleep. ആദ്യം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഓഡിയൻസിലെ കുറച്ച് പേര് ഉറക്കമായിരുന്നു. were asleep അല്ലേ? എന്ത് നടക്കുമ്പോൾ? ഇന്ന ഒരു പെർട്ടിക്കുലർ പ്രവൃത്തി നടക്കുമ്പോൾ, ഈ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ, ചീഫ് ഗസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിലെ കുറച്ച് പേര് ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെ ക്ലോസിൽ അല്ലേ, വൈൽ ദ ചീഫ് ഗസ്റ്റ് വാസ് സ്പീക്കിംഗ്. ഈ വൈൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലേ? ഇന്നൊരു സംഭവം, ഇന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നൊരു കാര്യം പറയാനാണ് വൈൽ ഉപയോഗിക്കുന്നത്. സോ അവിടെ ഓപ്ഷൻ ഡി ആണ്, നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വൈൽ ദ ചീഫ് ഗസ്റ്റ് വാസ് സ്പീക്കിംഗ്. കാരണം അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത്. ചീഫ് ഗസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓഡിയൻസിലെ കുറച്ച് പേര് ഉറക്കമായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് വേണം? വൈൽ ദ ചീഫ് ഗസ്റ്റ് സിംഗിൾ ആയതുകൊണ്ട് വാസ് എന്ന് പറയുന്ന വേർബനാണ്, വാസ് സ്പീക്കിംഗ് അല്ലേ? ഓപ്ഷൻ ഡി. 15. ദ കളർ ഓഫ് എ ചീക്സ് ഇസ് ലൈക്ക് എ റോസ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് എന്താണോ നമ്മൾ റെഫർ ചെയ്യുന്നത്, ഏതിനെക്കുറിച്ചാണോ റെഫർ ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. ഇവിടെ അവളുടെ ചീക്സിൻ്റെ കളറിനെ കുറിച്ചാണ് റെഫർ ചെയ്യുന്നത്. കളർ എന്തിനോടാണ് റെഫർ ചെയ്യുന്നത്? റോസിനോടല്ല, പക്ഷേ റോസിൻ്റെ കളറിനോടാണ്. റോസിൻ്റെ കളറിനോട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. ദ കളർ ഓഫ് എ ചീക്സ് ഇസ് ലൈക്ക് എ റോസ് അല്ല, ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് എ റോസ് എന്ന് വേണം പറയാം അല്ലേ? ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് എ റോസ്. അപ്പോൾ ഈ ദാറ്റ് ഓഫ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റോസിൻ്റെ കളറിനോടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ റോസിനോടല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഓഫ്. ഇപ്പോൾ ദ പോപ്പുലേഷൻ ഓഫ് കാലിക്കറ്റ് ഇസ് ലെസ്സർ ദാൻ മുംബൈ എന്ന് പറഞ്ഞാൽ പോരാ. ദ പോപ്പുലേഷൻ ഓഫ് കാലിക്കറ്റ് ഇസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് മുംബൈ എന്ന് പറയണം. ആ ദാറ്റ് അല്ലേ, ദാറ്റ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16. The assignment was so difficult for Mohit to do on his own. Okay, was so difficult അല്ല. ഇവിടെ നമ്മൾ ഇന്ന ഒരു ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തിക്ക് ഒരു പേർപ്പസിനേക്കാൾ കൂടുതലാണ് അല്ലേ. ഇപ്പം മോഹിത്തിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ സോ ഡിഫിക്കൽട്ട് അല്ല, ടു ഡിഫിക്കൽട്ട് എന്ന് പറയാം. ഓപ്ഷൻ എ, ടു ഡിഫിക്കൽട്ട്. വാസ് ടു ഡിഫിക്കൽട്ട് ഫോർ മോഹിത് ടു ഡു ഓൺ ഹിസ് ഓൺ. ഇപ്പോൾ ടു ഹോട്ട് ടു ഹാൻഡിൽ എന്ന് പറയുമല്ലോ, ദിസ് വാസ് ടു ഹോട്ട് ടു ഹാൻഡിൽ എന്ന് പറയാം. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഒരു ആവശ്യമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാരണം ടു എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. ഹി വാസ് ടു ഇൻ്റലിജൻറ്റ് ഫോർ ഹിം എന്നൊക്കെ പറയാം. അപ്പോൾ അസൈൻമെൻറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് അല്ല, ടു ഡിഫിക്കൽട്ട് ഫോർ മോഹിത് ടു ഡു ഓൺ ഹിസ് ഓൺ, സ്വന്തമായിട്ട് ചെയ്യുന്നതിന്. 17. The student with his parents were asked for waiting outside the principal's office. Okay.
ഫോർ വെയിറ്റിംഗ് അല്ല, അവിടെ 2+V1 ആണ് വേണ്ടത് അല്ലേ, 2+V1 ആണ് വേണ്ടത്, 2+V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. വേർ ആസ് ടു വെയിറ്റ് ഔട്ട്സൈഡ് ദ പ്രിൻസിപ്പൽസ് ഓഫീസ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ സ്റ്റുഡൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദ സ്റ്റുഡൻറ്റ് വിത്ത് ഹിസ് പേരൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിത്ത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എലോങ് വിത്ത്, അതുപോലെ തന്നെ ആസ് വെൽ ആസ്, ഈ 3 കോമ്പിനേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലോങ് വിത്ത് അതുപോലെ ആസ് വെൽ ആസ്. ഈ പറയുന്ന ഫ്രേസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ 2 പേരെ കുറിച്ച് പറയണം. ഒന്ന് സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ പേരൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്രേസിന് തൊട്ട് മുമ്പിലുള്ള ആദ്യം പറഞ്ഞിരിക്കുന്ന നൗണിനെ മാത്രം കണക്കാക്കിയാൽ മതി. ആ നൗണുമായിട്ടാണ് ഈ വേർബ് എഗ്രി ചെയ്യേണ്ടത്. ദ സ്റ്റുഡൻറ്റ് വിത്ത് ഹിസ് പേരൻസ്. ഇവിടെ ഹിസ് പേരൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണെങ്കിലും നമ്മളിവിടെ ദ സ്റ്റുഡൻറ്റിനോടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി വാസ് എന്നാണ് പറയുന്നത്. വാസ് ആസ്ക്ഡ് ടു വെയിറ്റ്, ഓപ്ഷൻ എ. ഓക്കെ, കാരണം എന്താണ്, വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റുഡൻറ്റ് വിത്ത് ഹിസ് പേരൻസ്. ഈ വിത്ത് ഹിസ് പേരൻസ് എന്ന് പറയുന്ന സാധനം മറച്ചു വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ സ്റ്റുഡൻറ്റ് വാസ് ആസ്ക്ഡ് ടു വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ നോക്കിയാൽ മതി. സോ വിത്ത്, എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ഇത് 3 ഉപയോഗിക്കുകയാണെങ്കിൽ verb should agree with the first noun or pronoun, the student. Option A. 18. Pedestrians is to be careful when crossing busy roads. Okay, is to be careful അല്ല, need be caring എന്നല്ല, എന്താ പറയുക, ഓപ്ഷൻ ബി ആണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. മസ്റ്റ് ബി കെയർഫുൾ അല്ലേ. മസ്റ്റ് എന്നാണ് എപ്പോഴും ഒരു നിർബന്ധമായിട്ടും, ഇന്ന ഒരു സംഭവം നിർബന്ധമായിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് എന്ന് പറയുന്ന വേർബാണ് യൂസ് ചെയ്യേണ്ടത്. Must be careful. Pedestrians must be careful when crossing busy roads. അല്ലേ. ഓക്കെ, ഈ പെഡസ്ട്രിയൻസ് പറയുമ്പോൾ കാൽനട യാത്രക്കാർ. 19. ശൈലജ is prettier than either of her 3 cousins. 3 കസിൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അല്ലേ, 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ either എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്, prettier than any of 3 cousins. എനി എന്നാണ്, ദാൻ അല്ല, ഓൾ അല്ല. ഓപ്ഷൻ സി അല്ലേ. ശൈലജ ഇസ് പ്രിറ്റിയർ ദാൻ, ഐദർ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഇതും കൂടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഓഫ് വരെ. എനി ഓഫ് ഹർ 3 കസിൻസ്. നമ്മൾ 2 പേരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐദർ എന്ന് യൂസ് ചെയ്യണം. 2ൽ കൂടുതലാണെങ്കിൽ എനി എന്നാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ സി. 20. ചിൽഡ്രൻ ട്രൈങ് ഹാർഡ്ലി ആൻഡ് ലേൺ ദ പോയംസ്. ദ ചിൽഡ്രൻ ട്രൈങ് ഹാർഡ്ലി. ഹാർഡ്ലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ്ലി, സ്കാസ്ലി, ബെയർലി, ഇതിൻ്റെ അർത്ഥം എന്താണ്, കഷ്ടിച്ചെന്ന് അർത്ഥം. പക്ഷെ ഇതല്ല വേണ്ടത്. എന്താണ്, നമുക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. കഠിനമായി എന്ന് പറയുമ്പോൾ ഹാർഡ്ലി എന്ന് പറയരുത്, ഹാർഡ് എന്നാണ് പറയുക. ചിൽഡ്രൻ ട്രൈങ് ഹാർഡ് ആൻഡ് ട്രൈങ് ഹാർഡ് അല്ല, ട്രൈഡ് ഹാർഡ് അല്ലേ. ഓപ്ഷൻ സി. ട്രൈഡ് ഹാർഡ് ആൻഡ് ലേൺഡ് ദ പോയംസ്. 21. In the park I happened to meet 2 of my father's friend who had known him for several years. അതായത് എൻ്റെ അച്ഛൻ്റെ 2 സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അറിഞ്ഞ 2 സുഹൃത്തുക്കളെ മീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇൻ ദ പാർക്ക് ഐ ഹാപ്പൻ ടു മീറ്റ് 2 of my father's friend അല്ല, എന്താ പറയുക, 2 of my father's friends ആയിരിക്കണം. ഫാദറിൻ്റെ തന്നെ ഫാദർ അപ്പോസ്ട്രോഫി എസ്, ഫ്രണ്ട്സ്, ഓപ്ഷൻ ബി അല്ലേ. 2 of my father's friends who had known him for several years. 22. This college is not only equipped with the best laboratories but also has the most competent staff. Okay. This college is not only equipped with the best laboratories. Not only in the kuda but also one. Okay. But also has the most competent staff. Okay. ഇവിടെ but also എന്ന് പകരം and also എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എന്തായാലും തെറ്റാണ്. ബട്ട് ഓൾസോ ഹാവ് ദ മോസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം കോളേജ് സിംഗിളർ ആണ്. സോ ഹാവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഹാസ് ദ വെരി കമ്പീറ്റൻറ്റ് സ്റ്റാഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹാസ് ദ മോസ്റ്റ് കമ്പീറ്റൻറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് പ്രോപ്പർ ഇംഗ്ലീഷാണ്, അവിടെ പ്രശ്നമൊന്നുമില്ല. കാരണം കമ്പീറ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും നല്ല അല്ലെ, നല്ല അല്ലെങ്കിൽ കമ്പീറ്റൻറ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, ഇപ്പം വളരെ അല്ലേ, ഒരു വളരെ കോമ്പറ്റീഷൻ അല്ലെ, കോമ്പറ്റേറ്റീവായ കമ്പീറ്റൻ്റ് ആയ വളരെ നന്നായി ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലേ, ജോലി ചെയ്യുന്ന സ്റ്റാഫ്. സോ ബട്ട് ഓൾസോ ആസ് ദ മോസ്റ്റ് കമ്പീറ്റൻറ്റ് സ്റ്റാഫ്. ഓപ്ഷൻ ഡി. ഹാഡ് ഐ എ റിച്ച് പേഴ്സൺ ഐ വുഡ് ഷെയർ മൈ വെൽത്ത്. ഹാഡ് ഐ എ റിച്ച് പേഴ്സൺ ഐ വുഡ് ഷെയർ മൈ വെൽത്ത്. ഓക്കെ,
ഐ വുഡ് ഷെയർ മൈ വെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ഹാഡ് ഐ ബീൻ എ റിച്ച് പേഴ്സൺ അല്ലേ? ഹാഡ് ഐ റിച്ച് പേഴ്സൺ അല്ല, ഹാഡ് ഐ ബീൻ എ റിച്ച് പേഴ്സൺ. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വേണം, എന്നാലും ഇവിടെ ഇങ്ങനെ വരും അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി. 24. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ലവ് ഹിം ഷീ ഹാഡ് ടു മാരി ഹിം. ബിക്കോസ് ഷീ ഡിഡ്ന്റ് ലവ് ഹിം അല്ല, അതായത് അവനെ അല്ലെങ്കിൽ അയാളെ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അവൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ഹാഡ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾദോ അല്ലേ? ഓൾദോ ഷീ ഡിഡ്ന്റ് ലവ് ഹിം. ഓപ്ഷൻ ബി ആണ്. സിൻസ് അല്ല. സിൻസ് പറയുമ്പോൾ ബിക്കോസ് തന്നെ വേറൊരു മീനിങ്, വേറൊരു വേർഡാണ് സിൻസ് പറയുന്നത്. സിൻസ് ഇന്ന കാരണത്താൽ. ഓക്കെ. ഡിസ്പൈറ്റ് ഷീ ഡിഡ്ന്റ് ലവ് ഹിം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമില്ലാഞ്ഞിട്ടും ഇങ്ങനെ ചെയ്തു എന്നാണ്, അങ്ങനെ ഒരു മീനിങ്ങിലാണ് ഡിസ്പൈറ്റ് യൂസ് ചെയ്യുക. അതും പറ്റില്ല. ഓൾദോ അങ്ങനെ ആയിരുന്നെങ്കിലും അല്ലേ? അങ്ങനെ ആയിട്ട് പോലും എന്ന് പറയുന്ന മീനിങ് ആണ് ഓൾദോ. അപ്പോൾ ഇവിടെ ഓൾദോയും ഡിസ്പൈറ്റും സിമിലർ മീനിങ് ആണെങ്കിലും കോൺടെക്സ്റ്റ് നമുക്ക് ഓൾദോ ആണ്. ഓൾദോ ഷീ ഡിഡ്ന്റ് ലവ് ഹിം ഷീ ഹാഡ് ടു മാരി ഹിം. ഡിസ്പൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പൈറ്റ് ബീയിങ് എന്നൊക്കെയാണ് പറയാം. ഡിസ്പൈറ്റ് ബീയിങ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയും. 25. When I left my house this morning, it was raining. When I left my house this morning, it was raining. Okay. ഇവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസും ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസും കറക്റ്റ് ആണ്. നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആണ്. സെക്രട്ടറി ടോക്സ് ഓവർ ദ ഫോൺ റൈറ്റ് നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. സോ ദിസ് ടോക്കിംഗ് ഓവർ ദ ഫോൺ റൈറ്റ് നൗ. ഓപ്ഷൻ ദിസ് ടോക്കിംഗ് ഓവർ ദ ഫോൺ റൈറ്റ് നൗ. She is taking all kinds of medicine wherever she goes. ഓക്കെ, wherever she goes, all kinds of medicine, എല്ലാ തരത്തിലുള്ള മെഡിസിനും എടുക്കാറെന്ന് പറയുമ്പോൾ she takes. അവിടെ പ്രസൻറ്റ് സിമ്പിൾ ആണ് വേണ്ടത്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് വേണ്ടത്. കാരണം എന്താണ്? പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എവിടെ നമ്മൾ യൂസ് ചെയ്യുക? പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാബിച്വൽ ആയിട്ടുള്ള കാര്യം അല്ലേ? ഒരു ശീലം അല്ലേ? ശീലമായിട്ട് ചെയ്യുന്ന ശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹാബിച്വൽ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് വേണ്ടത്. ഷീ ടേക്സ് ഓൾ കൈൻഡ്സ് ഓഫ് മെഡിസിൻ വേറെവർ ഷീ ഗോസ്. ഓപ്ഷൻ സി. ഓക്കെ. 28. ഐ വാണ്ട് ടു ലേൺ യോഗ വെൻ ഐ വാസ് ഇൻ സ്കൂൾ. വെൻ ഐ വാസ് ഇൻ സ്കൂൾ എന്നാണ്. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എനിക്ക് യോഗ പഠിക്കാൻ യോഗ പഠിക്കാറുണ്ടായിരുന്നു. ഐ വാണ്ട് ടു അല്ല, ഐ യൂസ്ഡ് ടു യോഗ പഠിക്കാറുണ്ടായിരുന്നു. അവിടെ ശ്രദ്ധിക്കുക, യൂസ്ഡ് ടു എന്നാ പറയുക. അവിടെ യൂസ് ടു എന്ന് പറഞ്ഞാൽ പോരാ. ഐ യൂസ്ഡ് ടു ലേൺ യോഗ വെൻ ഐ വാസ് ഇൻ സ്കൂൾ അല്ലേ? ഈ ought to എന്ന് അർത്ഥം എന്താണ്? ought to എന്ന് വെച്ചാൽ ചെയ്യാൻ നിർബന്ധിതനാണ് അല്ലേ? ഐ ought to ഹെൽപ്പ് ഹിം. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ, അതെൻ്റെ കർത്തവ്യമാണ്. നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോഴാണ് ought to എന്ന് യൂസ് ചെയ്യുക. ഡ്യൂട്ടി അല്ലേ? ഐ ought to ഹെൽപ്പ് ഹിം എന്ന് വെച്ചാൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. 29. The young man lifts weights at the gym when he pulled a muscle. When he pulled a muscle അല്ലേ? ഇന്നൊരു പ്രവൃത്തി സംഭവിച്ചപ്പോൾ ഇയാൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വെയ്റ്റ്സ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വാസ് ലിഫ്റ്റിംഗ് അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ്. യങ് മാൻ വാസ് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഓപ്ഷൻ എ. When challenged, the man had no answer for his actions. അത് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു സെക്കൻഡ്, sorry, excuse me. 30. When challenged അല്ലേ? When challenged, the man had no answer for his actions അല്ലേ? അതായത് അവൻ്റെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. സോ വെൻ ചാലഞ്ച് തന്നെ മതി, നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യ ഹാവ് മെനി ഓൾറൗണ്ടേഴ്സ് ടു മാച്ച് ദ ടാലൻറ്റ് ഡെഡിക്കേഷൻ ഓഫ് കപിൽ ദേവ്. കപിൽ ദേവിൻ്റെ ടാലൻറ്റും ഡെഡിക്കേഷനും മാച്ച് ചെയ്യാൻ പറ്റിയ ഓൾറൗണ്ടേഴ്സ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഹാസ് മച്ച് എന്നല്ല പറയാം, മച്ച് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. ഇവിടെ ഓൾറൗണ്ടേഴ്സ് ആണ് നമ്മുടെ നൗണ്. ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റും. 2 ഓൾറൗണ്ടർ, 3 ഓൾറൗണ്ടർ. അപ്പോൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ സി കട്ട്. പിന്നെ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷൻ വേണം, അപ്പോൾ ഓപ്ഷൻ ബിയും പറ്റില്ല. ഇന്ത്യ ഇസ് ഹാവിങ് ലിറ്റിൽ, ഓപ്ഷൻ എയും തെറ്റാണ്. ഓപ്ഷൻ ഡി ആയിട്ട് ആൻസർ. കാരണം എന്താണ്? ഇന്ത്യ ഹാസ്. കാരണം ഇന്ത്യനെ അവിടെ ഒരു
ടീമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ, ഇന്ത്യൻ ടീമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്, ഹാസ്. പിന്നെ ശ്രദ്ധിക്കുക, ഫ്യൂ ഓൾറൗണ്ടേഴ്സ് ടു മാച്ച് ദ ടാലന്റ്. അവിടെ എന്തുകൊണ്ടാണ് എ ഫ്യൂ എന്ന് പറയാണ്ടിരുന്നത്? കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് കപിൽ ദേവിൻ്റെ ടാലൻറ്റും ഡെഡിക്കേഷനും മാച്ച് ചെയ്യാൻ പറ്റിയ ഓൾറൗണ്ടേഴ്സ് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഓൾറൗണ്ടേഴ്സേ ഇല്ല. സോ ഇന്ത്യ ഹാസ് ഫ്യൂ ഓൾറൗണ്ടേഴ്സ് അല്ലേ, എന്നുവെച്ചാൽ അതിന് പറ്റിയ ഓൾറൗണ്ടേഴ്സ് നമ്മുടെ ടീമില്ല. 32. ഷീ വാക്ക്ഡ് എമംഗ് മീ വിത്തൗട്ട് ഗ്രീറ്റിംഗ് മീ. എമംഗ് മീ അല്ല, ഷീ വാക്ക് പാസ്റ്റ് മീ അല്ലേ. ഷീ വാക്ക് പാസ്റ്റ് മീ വിത്തൗട്ട് ഗ്രീറ്റിംഗ് മീ. എൻ്റെ കുറുകെ നടന്നു, എന്നെ ഗ്രീറ്റ് ചെയ്യാതെ. എവറി ഇയർ ദ ഫാമിലി ഗോസ് ഫോർ എ പിൽഗ്രിം ടു ദ ടെമ്പിൾ അറ്റ് തിരുപ്പതി. പിൽഗ്രിം അല്ല, പിൽഗ്രിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ തീർത്ഥാടനത്തിന് പോകുന്ന ആളെയാണ് പിൽഗ്രിം എന്ന് പറയുന്നത്. തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പിൽഗ്രിമേജ് ആണ്. ഓക്കെ, ഹി ഗോസ് ഓൺ എ പിൽഗ്രിമേജ്. ഫാമിലി ഗോസ് ഓൺ എ പിൽഗ്രിമേജ്. പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോകാന്ന് പറയുമ്പോൾ ഗോ ഓൺ എന്നാ പറയാം. ഗോ ഓൺ, ഗോ ഓൺ എ ട്രിപ്പ് അല്ലേ, ഗോ ഓൺ എ ട്രിപ്പ്. അതിൻ്റെ കൂടെ ഗോയിൻ്റെ കൂടെ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ ഗോസ് ഓൺ എ പ്രപ്പോസിഷൻ, ഗോസ് ഓൺ എ പ്രപ്പോസിഷൻ, സോറി പ്രപ്പോസിഷൻ അല്ല, ഗോസ് ഓൺ എ പിൽഗ്രിമേജ്. പിൽഗ്രിമേജ് എന്ന് പറയുമ്പോൾ തീർത്ഥാടനം. പിൽഗ്രിം എന്ന് പറഞ്ഞാൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളാണ് പിൽഗ്രിം. 34. The forecast predicts that there will be little rain in the month of July. ലിറ്റിൽ റെയിൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഫ്യൂ റെയിൻ എന്ന് പറയാൻ പാടില്ല. കാരണം ഫ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നപ്പോഴാണ് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. ലിറ്റിൽ പറയുന്നത് അൺകൗണ്ടബിൾ നൗൺസ് അല്ലേ, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ കൗണ്ടബിളിനേക്കാളും അങ്ങനെ പറയാം അല്ലേ. ലിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അളവിനെ പറ്റി പറയുമ്പോഴാണ്, എണ്ണത്തിനെ പറ്റി പറയുമ്പോഴല്ല. എണ്ണം നമ്മൾ പറയാൻ ഫ്യൂ യൂസ് ചെയ്യും, അളവിനെ പറ്റി പറയാൻ ലിറ്റിൽ യൂസ് ചെയ്യും. സോ ദർ വിൽ ബി ലിറ്റിൽ റെയിൻ. അത് കറക്റ്റാണ്, നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർ. ജൂലൈയിൽ കുറവ് മഴയുണ്ടായിരുന്നു. 35. The mare hurt its hooves when running to the forest. When running to the forest അല്ല, എന്താ വേണ്ടത്? While running through the forest അല്ലേ. While ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് while എന്നാണ്. While running through the forest എന്ന് പറയാം. While running through the forest. 36. A large swarm of dogs was blocking the way. ഒരു പട്ടികളുടെ ഒരു വലിയ കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ a pack of dogs ആണ് ഓപ്ഷൻ എ. A pack of dogs was blocking the way. 37. Have either of you been to the planetarium before? ഓക്കെ, നമ്മൾ ഐദർ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത് ഐദർ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ കുറിച്ച് മാത്രമേ പറയൂ അല്ലേ. ഈ ഐദർ ഓഫ് യു എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരെ കുറിച്ചാണ്, രണ്ടുപേരോടാണ് ചോദിക്കുന്നത്. ചോദ്യം രണ്ടുപേരോടാണ്, ആസ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഐദർ ഓഫ് നൈദർ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും എല്ലായ്പ്പോഴും സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഹാസ്. ഹാസ് ഐദർ ഓഫ് യു ബീൻ ടു ദ പ്ലാനറ്റോറിയം ബിഫോർ? അപ്പോൾ ഓപ്ഷൻ സി. ഒരു സെക്കൻഡ്, ജസ്റ്റ് 1 minute. ഓക്കെ, 38. The train was delayed in order to an accident. In order to an accident. ഇവിടെ ബിക്കോസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ബിക്കോസ് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഒരു ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ ബിക്കോസ് യൂസ് ചെയ്തു. അപ്പോൾ ഓപ്ഷൻ എ ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻ ഓർഡർ ടു എന്ന് പറയുന്നത് തെറ്റാണ്. സോ നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർ. അതല്ല, തെറ്റാണ്. സിൻസ് ആൻ ആക്സിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഓയിങ് ടു ആൻ ആക്സിഡൻറ്റ് അല്ലേ, ഒരു ആക്സിഡൻറ്റ് കാരണം. ഓയിങ് ടു. 39. She is being waited for you for 2 hours. She is being waited for you for 2 hours. He has been waiting for you അല്ലേ. 2 മണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ്, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയതൊരു സാധനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours.
40. The police was accused to tamper with the evidence. Accused of എന്നാണ്. Accused എന്ന് പറയുമ്പോൾ ആരോപിക്കപ്പെട്ടു എന്നർത്ഥം അല്ലേ, ആരോപിക്കപ്പെടുന്നതിനാണ് accused എന്ന് പറയുക. അപ്പോൾ accuse എന്ന് പറയുന്ന വേർബിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ട preposition to of ആണ്. ഓഫ് എന്ന് പറയുന്ന preposition ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ accused ഓഫ് അതിൻ്റെ കൂടെ ing ഫോം യൂസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ സി, accused of tampering with the evidence. 41. He decided not to take to heart the loss that he had incurred in business. Take to heart. Take to heart എന്ന് പറഞ്ഞാൽ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ അത് കാര്യമായിട്ട് എടുക്കണ്ട അല്ലെങ്കിൽ അത് നമ്മളെ മൈൻഡിനെ ബാധിക്കുന്ന രീതിയിൽ എടുക്കാതിരിക്കുന്നതിനാണ് ടേക്ക് ടു ഹാർട്ട് എന്ന് പറയാം. സോ എടുക്കുന്നതിനാണ് ടേക്ക് ടു ഹാർട്ട്. സോ ഡിസൈഡ് നോട്ട് ടു ടേക്ക് ടു ഹാർട്ട് ദ ലോസ് ദാറ്റ് ഹി ആഡ് ഇൻകേർഡ് ഇൻ ബിസിനസ്. എപ്പോഴും ലോസിൻ്റെ കൂടെ നമ്മൾ ഇൻകർ എന്ന് പറഞ്ഞ വേർബ് യൂസ് ചെയ്യുക. ഇൻകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടം സംഭവിക്കുക അല്ലേ, ഇൻകർ ലോസസ്. ഓപ്ഷൻ ഡി. The large mansion was over his reaching. The large mansion was over his reaching അല്ല, beyond his reach എന്ന് പറയാം. റീച്ചിങ് എന്ന് പറയരുത്, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കയ്യെത്തുന്ന ദൂരം അല്ലേ, കൈയെത്തുന്ന ദൂരം അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ദൂരം എന്ന് പറയുമ്പോൾ റീച്ചിങ് എന്നല്ല, റീച്ച് എന്നാ പറയാം, റീച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു വലിയൊരു വീട്, ആ വലിയ വീട് അല്ലെങ്കിൽ വലിയ മാൻഷൻ അവനെ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വലിയൊരു സംഭവമായിരുന്നു അല്ലേ. അങ്ങനെ പറയുമ്പോൾ ബിയോണ്ട്, എന്തായാലും നമ്മൾ ഒരു ലെവലിൻ്റെ അപ്പുറം എന്ന് പറയുമ്പോൾ ബിയോണ്ട് എന്ന് പറയാം അല്ലേ. ഒരു ലെവലുണ്ട്, ആ ലെവലിൻ്റെ അപ്പുറത്താണ് സംഭവമെങ്കിൽ ഇറ്റ്സ് ബിയോണ്ട് ദിസ് ലെവൽ എന്നാണ്, ബിയോണ്ട് ദ ലെവൽ ദിസ് മാർക്ക് എന്ന് പറയാം, ഇതിനപ്പുറം. അപ്പോൾ ബിയോണ്ട് ഹിസ് റീച്ച്. What is it? I cannot tell you whether I will be able to come or not. I cannot tell you whether I will be able to come or not. ഇവിടെ ഇൻ കേസ്, ബിക്കോസ്, അൺലെസ് ഇതിനൊന്നും ആവശ്യമില്ല, നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. കാരണം വെദർ നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത്, വെദറിൻ്റെ യൂസും ഇഫിൻ്റെ യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. വെദറും ഇഫ് അല്ലേ, ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറ്റ കണ്ടീഷനിലപ്പോഴാണ്, ഒറ്റ കണ്ടീഷൻ. I cannot tell if I will be able to come. I can't tell if I will be able to come. അതായത് ഒരു സിംഗിൾ കണ്ടീഷൻ അല്ലേ, ഇന്ന് ഞാൻ വരുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ വന്നാൽ അല്ലേ, അല്ലെങ്കിൽ ഫ്രൈഡേ നിൻ്റെ കസിൻ ഫ്രൈഡേ വന്നാൽ നിനക്ക് ഇവിടുന്ന് പോകാം. ഇഫ് യുവർ കസിൻ comes on Friday, you can go. അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒറ്റ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇഫ് യൂസ് ചെയ്യാം. പകരം ഓർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ രണ്ടാമത്, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറയുമ്പോൾ വെദറിനെ യൂസ് ചെയ്യാം. വെദർ ഐ വിൽ ബി ഏബിൾ ടു കം ഓർ നോട്ട്. അപ്പോൾ ഓപ്ഷൻ സി, നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. 44. She will have to go to another school when she moves from here. Question tag ആണ്. So she will have to go to another school എന്ന് പറയുമ്പോൾ won't she അല്ലേ, won't she. ഓപ്ഷൻ ബി, won't she. One morning I went out with my cousin which is a lawyer. Who is a lawyer അല്ലേ, who is a lawyer. നമ്മൾ which എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ who എന്ന് പറഞ്ഞാൽ. 46. Everybody who know him agree that he rarely loses his temper. Everybody is indefinite pronoun അല്ലേ, ഇൻഡെഫിനിറ്റ് പ്രോണോൺ ആണ്, അത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ നോ അല്ല, നോസ് എന്ന് വേണം. അപ്പോൾ ഓപ്ഷൻ എയും തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. പിന്നെ എവ്രിബഡി ഹൂ നോസ് ഹിം അഗ്രീസ് ദാറ്റ് ആണ്, ഇഫ് അല്ല, അഗ്രീസ് ദാറ്റ് ഹി റയർലി ലൂസസ് ഹിസ് ടെമ്പർ. That tree fell down yesterday. Narrowly missing my car. Missing my car. 48. Suman performed at the festival well yesterday. Suman performed well. Performed ന് ശേഷം ഉടനെ തന്നെ നമുക്ക് adverb യൂസ് ചെയ്യണം. Performed well at the festival yesterday. Yesterday, today, tomorrow എന്നൊക്കെ പറഞ്ഞ സാധനം ലാസ്റ്റ് പറയാം. നമ്മൾ ആഡ്വർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്
വേർബിന് ശേഷം ഉടനെ തന്നെ പറയാം. സോ പെർഫോം വെൽ. Perform well at the festival. We performed well at the festival yesterday. Okay. I looked anywhere for my puppy, but could not find everywhere. I looked everywhere എന്നായിരിക്കണം. I looked everywhere for my puppy. I could not find. The exam was so easy that we had expected. This exam was as easy as we had expected. അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. കാരണം എന്താണ്? നമുക്കറിയാം ആസ് അല്ലേ, ആസ് അതിനുശേഷം ഒരു അഡ്ജക്റ്റീവ്, അതിനുശേഷം ആസ്. എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പയർ ചെയ്യണം അല്ലേ. ഇന്ന ഒരു സംഭവത്തിൻ്റെ അത്ര തന്നെ ആസ് അഡ്ജക്റ്റീവ് ആസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണോ, എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവൽ, ആ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ അത്രയും ആയിരുന്നില്ല. നോട്ട് ഈസി അല്ല, നോട്ട് ആസ് ഈസി ആസ് വി ഹാഡ് എക്സ്പെക്റ്റഡ്. നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്തത്, ആ എക്സ്പെക്ട് ചെയ്തത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആസ്, ഇവിടെ ഈസി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആസ് അഡ്ജക്റ്റീവ്, ആസ് ഈസി ആസ് വി ഹാഡ് എക്സ്പെക്റ്റഡ്. ഓപ്ഷൻ എ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളിവിടെ 50 ക്വസ്റ്റ്യൻസ് ഇവിടെ കവർ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സ്പോട്ട് തിയറി ക്വസ്റ്റ്യൻസ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അടുത്ത ക്ലാസ് വിൽ ബി February